നമസ്കാരം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാംഗോസ്റ്റീൻ്റെ തൈകളാണ്. അപ്പം ഇതിപ്പോൾ ഡ്രമ്മിൽ വലുത് നിൽപ്പുണ്ട്, ചെറുതുമുണ്ട്. വലിയ തൈയൊക്കെ 2 വർഷം പഴക്കമുള്ള തൈകളാണ്. ഇതുവരെയും കായ എത്തിയിട്ടില്ല. അപ്പോൾ മാംഗോസ്റ്റീൻ എന്തുകൊണ്ട് ചില ആൾക്കാരെ കൊണ്ട് നട്ട് പറയുന്നുണ്ട് കായ്ക്കുന്നില്ല. മാംഗോസ്റ്റീൻ തൈകൾ ബഡ്ഡിൻ തൈകളെന്നും പറഞ്ഞൊക്കെ ആൾക്കാർ മേടിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട്. മാംഗോസ്റ്റീൻ ബഡ്ഡിൻ തൈകളെക്കാട്ടും നല്ലത് കുരു ഇട്ട് മുളപ്പിച്ച തൈകളാണ് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയേണ്ട കാര്യം, മാംഗോസ്റ്റീൻ ഒരു കാരണവശാലും 2 വർഷത്തിലോ 3 വർഷത്തിലോ കായ്ഫലം കിട്ടത്തില്ല. മാംഗോസ്റ്റീൻ 5-6 വർഷം കഴിഞ്ഞ് എപ്പോഴും വേണോ കായ്ഫലം കിട്ടാം. അതാണ് മാംഗോസ്റ്റീൻ്റെ പ്രത്യേകത. മാംഗോസ്റ്റീൻ കുരു ഇട്ട് മുളപ്പിച്ചാണ് നല്ലത്. ബഡ്ഡിൻ തൈയെക്കാട്ടിയും ഏറ്റവും നല്ല തൈകൾ ഉണ്ടാകുന്നത് കുരുവിൽ നിന്നാണ്. കുരുവിൽ നിന്ന് മുളച്ച തൈ എന്നാണ് മാംഗോസ്റ്റീൻ വളരെ നല്ല തൈകൾ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കുരു ഇട്ട് മുളപ്പിച്ച തൈകൾ തന്നെ മാംഗോസ്റ്റീൻ ചോദിച്ച് മേടിക്കുക. ബഡ്ഡിൻ തൈകൾ മാക്സിമം ഒഴിവാക്കുക. മാംഗോസ്റ്റീൻ കുരുവിട്ട് മുളപ്പിച്ച തൈയാണ് നല്ലത്. 2 വർഷത്തിലോ 3 വർഷത്തിലോ കായ്ക്കത്തില്ല. മാക്സിമം 5 വർഷത്തിന് കഴിഞ്ഞിട്ടേ ഇത് മാംഗോസ്റ്റീനിൽ കായ്ഫലം കിട്ടത്തുള്ളൂ.